സൗത്തേൺ യൂറോപ്പിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഒരിക്കലും ഷെങ്കന്റെ ഭാഗമല്ല. ഇവിടെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ബങ്കേഴ്സ് ആണ്. ഐസൊലേഷൻ പീരീഡിൽ ഈ രാജ്യത്ത് മൊത്തത്തിൽ ഏകദേശം 1,70,000 മേലെ ബങ്കേഴ്സ് അവർ നിർമ്മിച്ചിട്ടുണ്ട്. അന്ന് ഇതൊരു ഐസൊലേറ്റഡ് കൺട്രി ആയിരുന്നു. അതായത് ഈ രാജ്യത്തിലെ ആളുകൾക്ക് രാജ്യം വിട്ട് പുറത്തു പോകാനോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഒരാൾക്ക് അകത്ത് കയറാനോ അനുവാദം ഉണ്ടായിരുന്നില്ല. ലോകത്തിലെ ആദ്യത്തെ നിരീശ്വരവാദ രാജ്യമായ അൽബേനിയയിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. യൂറോപ്പിന്റെ സൗത്ത് പാർട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു രാജ്യം ഇന്ന് ലോക ദരിദ്ര രാജ്യങ്ങളുടെ ലിസ്റ്റിൽ 3-ാം സ്ഥാനത്താണുള്ളത്. അൽബേനിയയുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള തിരാനയിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. ഇവിടുത്തെ മെയിൻ സ്ക്വയർ ആയിട്ടുള്ള സ്കാൻഡംബർഗ് സ്ക്വയറിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു സിറ്റി വാക്കിംഗ് ടൂറിലൂടെയാണ് നമ്മൾ തിരാനെ കാണാൻ പോകുന്നത്. ഇതുപോലെയുള്ള വാക്കിംഗ് ടൂറുകൾ യൂറോപ്പിൽ അത്യാവശ്യം എല്ലാ സിറ്റീസിലും അവൈലബിൾ ആണ്. ഇത് ഫ്രീ ആണ്, പക്ഷെ ആ ഒരു സ്ലോട്ട് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണം. നമ്മൾ എവിടെയാണോ വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിറ്റി, അതിൻ്റെ കൂടെ ഫ്രീ വാക്കിംഗ് ടൂർ എന്ന് ഗൂഗിളിൽ അടിച്ചാൽ നമുക്ക് ലിങ്ക് കിട്ടും. ഇങ്ങനെ ഒരു ഫ്രീ ഗൈഡഡ് ടൂർ നമുക്ക് തരുന്നത് കൊണ്ട് അവർക്ക് എന്താ ലാഭം എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാകാം. ഇത് ആ ഒരു രാജ്യത്തിന്റെ ടൂറിസത്തിന്റെ ഭാഗമായി ഗവൺമെന്റ് സപ്പോർട്ടിൽ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. ഈ ഒരു ഗൈഡഡ് ടൂറിന്റെ അവസാനം നമ്മൾ അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ എമൗണ്ട് ടിപ്പ് കൊടുക്കണം. എന്നാൽ ഈ ഒരു ടൂറിലൂടെ നമുക്ക് ആ ഒരു രാജ്യത്തിനെ പറ്റി മൊത്തത്തിലൊരു ഐഡിയ കിട്ടും. അവിടുത്തെ ഹിസ്റ്ററി, കാര്യങ്ങൾ, കൾച്ചർ എല്ലാം തന്നെ. അതുകൂടാതെ ഓരോ രാജ്യത്തും നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ഉണ്ടാകും. അതൊക്കെ അവർ നമുക്ക് പറഞ്ഞു തരും. അതുപോലെ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യേണ്ട ഫുഡുകൾ, നല്ല ഫുഡ് സ്പോട്ടുകളൊക്കെ നമുക്ക് അവർ റെക്കമെൻഡ് ചെയ്തു തരും. നമ്മൾ ഈ ഒരു ബിൽഡിങ്ങിൽ കാണുന്ന സ്ട്രക്ചർ ശരിക്കും അൽബേനിയയുടെ മാപ്പാണ്. ഒത്തിരി മൗണ്ടെയിൻസ് ഉള്ള ഒരു രാജ്യമാണ് അൽബേനിയ. അപ്പോൾ ആ ഒരു സ്ട്രക്ചറിൽ ഹൈറ്റ് ഉള്ള ഏരിയാസ് ഒക്കെ അവിടുത്തെ മൗണ്ടെയിൻ റീജിയൻ ആണ്. ഈ ഒരു ടൂറിൽ നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് അവർ തരും. അത് കഴിഞ്ഞ് നമ്മൾ ആ ഒരു സിറ്റിയിലെ ഓരോ മെയിൻ പോയിന്റും കണക്ട് ചെയ്താണ് നടക്കുന്നത്. അപ്പോൾ ഓരോ സ്പോട്ടിൽ എത്തുമ്പോഴും അവരവിടെ നിന്ന് അതിനെപ്പറ്റി പറഞ്ഞു തന്നതിന് ശേഷം നമുക്കൊരു കുറച്ച് ടൈം തരും അത് വിസിറ്റ് ചെയ്യാൻ. ടൂറിന്റെ ഭാഗമായി നമ്മൾ സെയിന്റ് പോൾ കത്തീഡ്രലിൽ എത്തിയപ്പം അവിടെ ഒരു കല്യാണം നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വിളിക്കാത്തൊരു കല്യാണം കൂടി. അൽബേനിയ എന്ന് പറയുന്നത് നമുക്കത്ര ഫെമിലിയർ ആയിട്ടുള്ള ഒരു കൺട്രി അല്ല. എന്നാൽ കാണാൻ ഒത്തിരിയുള്ള യൂറോപ്പിന്റെ തന്നെ മാൽദീവ്സ് എന്നറിയപ്പെടുന്ന ബീച്ചുകളൊക്കെയുള്ള ഒരു ഏരിയ ആണ് അൽബേനിയ. ഇത് സൗത്തേൺ യൂറോപ്പിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഒരിക്കലും ഷെങ്കന്റെ ഭാഗമല്ല. എന്നാൽ നിങ്ങൾക്കൊരു ഷെങ്കൻ വിസ ഉണ്ട് അല്ലെങ്കിൽ യൂറോപ്പിലെ ഏതെങ്കിലും ഒരു കൺട്രിയിൽ നിങ്ങൾക്ക് പെർമനന്റ് റെസിഡൻസി ഉണ്ട് എന്നുണ്ടെങ്കിൽ 30 ഡേയ്സ് വരെ വിസ ഇല്ലാതെ നിങ്ങൾക്ക് ഈ ഒരു കൺട്രിയിൽ എൻ്റർ ചെയ്യാവുന്നതാണ്. വിസ ആവശ്യമില്ല എന്നേ ഉള്ളൂ. എന്നാൽ നമ്മൾ തീർച്ചയായിട്ടും പാസ്പോർട്ട് കൺട്രോളിലൂടെ കടന്നു പോകണം. യൂറോപ്പൊക്കെ വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രി തന്നെയാണ് അൽബേനിയ. കാരണം കമ്പാരിറ്റീവ്ലി മറ്റ് യൂറോപ്യൻ സിറ്റീസ് ഒക്കെ ആയിട്ട് നോക്കുമ്പോൾ ഭയങ്കര ചീപ്പാണ്. 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷം കമ്മ്യൂണിസ്റ്റുകാരാണ് ഈ ഒരു രാജ്യം ഭരിച്ചിരുന്നത്. അന്ന് ഇതൊരു ഐസൊലേറ്റഡ് കൺട്രി ആയിരുന്നു. അതായത് ഈ രാജ്യത്തിലെ ആളുകൾക്ക് രാജ്യം വിട്ട് പുറത്തു പോകാനോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഒരാൾക്ക് അകത്ത് കയറാനോ അനുവാദം ഉണ്ടായിരുന്നില്ല. അതിനുവേണ്ടി തന്നെ 1,70,000 മേലെ ബങ്കറുകൾ ഈ ഒരു രാജ്യത്ത് നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു സമയത്ത് പൊളിറ്റീഷ്യൻസ് പോലെ നല്ല ഹയർ പൊസിഷനിലിരിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ഒരു ലാൻഡ് സ്വന്തമാക്കാനോ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു വാഹനം യൂസ് ചെയ്യാനൊക്കെയുള്ള പെർമിഷൻ ഉള്ളൂ. സാധാരണക്കാർക്ക് ഇതിനൊന്നും അവകാശം ഉണ്ടായിരുന്നില്ല. 1991 ഇവർക്ക് ശരിക്കുള്ളൊരു ഫ്രീഡം കിട്ടുന്നത്. അതിനുശേഷമാണ് ഇവർ സ്വന്തമായിട്ട് ലാൻഡ് മേടിക്കാനും സ്വന്തമായിട്ട് വാഹനങ്ങൾ മേടിക്കാനൊക്കെയുള്ള പെർമിഷൻ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആളുകളുടെ ഡ്രൈവിംഗ് സ്കില്ല് വളരെ മോശമാണ്. ഇപ്പം അൽബേനിയൊക്കെ ഒറ്റയ്ക്കൊക്കെ ഡ്രൈവ് ചെയ്ത് കാണണം എന്ന ആഗ്രഹമുള്ളവർ ഒന്നുകൂടി ആലോചിക്കുക. നമ്മൾ ടൂറിന്റെ ലാസ്റ്റ് അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് അവിടുത്തെ ട്രഡീഷണൽ ഫുഡ് എന്ന്. അപ്പോൾ അവർ റെക്കമെൻഡ് ചെയ്തത് ഒന്ന് ലാമ്പിന്റെ ഒരു ഡിഷാണ്.
അല്ലാതെ വെജ് ആയിട്ട് വരുന്നത് ബെൽ പെപ്പർ അല്ലെങ്കിൽ എഗ് പ്ലാന്റ് ഫില്ല് ചെയ്തത്. ഈ എഗ് പ്ലാന്റ് എന്ന് ഫസ്റ്റ് നമുക്ക് കേട്ടപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ശരിക്കും അത് വഴുതനങ്ങയാണ്. തിരാനെ എന്ന് പറയുന്നത് ഒരു ചെറിയ സിറ്റിയാണ്, അധികം കാണാനൊന്നുമില്ല. പിന്നെ നമുക്കും വലിയൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ രാവിലെ ഗൈഡഡ് ടൂർ എടുത്തത്. ഇവിടെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ബങ്കേഴ്സ് ആണ്. ഐസൊലേഷൻ പീരീഡിൽ ഈ രാജ്യത്ത് മൊത്തത്തിൽ ഏകദേശം 1,70,000 മേലെ ബങ്കേഴ്സ് അവർ നിർമ്മിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇന്ന് പല ബങ്കേഴ്സും നമുക്ക് വിസിറ്റ് ചെയ്യാവുന്നതാണ്. അതിൽ മെയിൻ ആയിട്ട് വരുന്നത് ബങ്കാർട്ട് 1ഉം ബങ്കാർട്ട് 2ഉം ആണ്. ഈ ബങ്കാർട്ട് 1 എന്ന് പറയുന്നത് സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 40 മിനിറ്റിന് മേലെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പോകണം. ബങ്കാർട്ട് 2 എന്ന് പറയുന്നത് നമ്മൾ രാവിലെ ഗൈഡഡ് ടൂർ സ്റ്റാർട്ട് ചെയ്ത സ്കാൻഡംബർഗ് സ്ക്വയറിന് തൊട്ടടുത്ത് തന്നെയാണ്. ഈ സ്കാൻഡംബർഗ് എന്ന് പറയുന്നത് ഇവരുടെ നാഷണൽ ഹീറോയുടെ പേരാണ്. ബങ്കാർട്ട് 1 ആണ് ഏറ്റവും വലുത്, എന്നാലും ബങ്കാർട്ട് 2 ഒട്ടും ചെറുതല്ല. അത്യാവശ്യം നമുക്ക് കാണാനുള്ളതുണ്ട്. അതിൻ്റെ ഉള്ളിൽ കാണുമ്പം നമുക്ക് ഓൾമോസ്റ്റ് അതിൻ്റെ ഇരുട്ട്, ആ ഒരു ഐസൊലേഷൻ റൂമുകൾ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു കൺട്രിയിൽ ജീവിച്ചിരുന്നവരുടെ ഒരു മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ടിക്കറ്റ് ഉണ്ട്, ഓഡിയോ ഗൈഡ് അവൈലബിൾ ആണ്. നമുക്ക് ഏകദേശം ഒരു 2 to 3 hours കൊണ്ടൊക്കെ കാണാൻ പറ്റും. പിന്നെ നല്ല റഷ് ഉള്ള ടൈം ആണെങ്കിൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറേ നേരം നിൽക്കാൻ പറ്റില്ല, കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ബങ്കറൊക്കെ കണ്ട് പുറത്തിറങ്ങിയപ്പം ഒന്നുകൂടി റീചാർജ് ചെയ്യാനുള്ള ടൈമായി. അപ്പം നമ്മൾ ചെറുതായിട്ടൊരു കോഫി കുടിച്ചിട്ടാണ് അടുത്ത ലൊക്കേഷനിലേക്ക് പോയിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് സ്കാൻഡംബർഗ് സ്ക്വയറിനും ബങ്കാർട്ട് മ്യൂസിയത്തിനും തൊട്ടടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന അൽബേനിയയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന മോസ്ക് ഏഥൻബെ മോസ്ക്. ഇത് 18ാം സെഞ്ചുറിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. നമ്മൾ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു ലോകത്തിലെ തന്നെ ആദ്യത്തെ നിരീശ്വരവാദ രാജ്യമാണ് അൽബേനിയ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ക്യാപിറ്റൽ സിറ്റിയിൽ ഇത്രയും ഓൾഡ് ആയിട്ടുള്ള ഒരു മോസ്ക് എങ്ങനെ വന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഒത്തിരി ആരാധനാലയങ്ങളൊക്കെ അവർ പൊളിച്ചു. എന്നാൽ കുറേയൊക്കെ അവർക്ക് സ്റ്റോറേജ്, വർക്ക്ഷോപ്പുകൾ, ജിംനേഷ്യം അങ്ങനെയുള്ള ഒരു സെറ്റപ്പിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്തിരുന്നു. 1991 നടന്ന ഇവരുടെ ആ ഒരു ലാസ്റ്റ് ഫ്രീഡം ഫൈറ്റിൽ ഇതവർ തിരികെ പിടിക്കുകയും പിന്നീട് 2019-21 കാലഘട്ടത്തിലാണ് ഈ ഒരു മോസ്കിന്റെ റിനോവേഷനും നടക്കുന്നത്. തിരാനയിലെ നമ്മുടെ കാഴ്ചകളും വിശേഷങ്ങളും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഡേ നമ്മൾ കാണാൻ പോകുന്നത് തിരാനെ സിറ്റിയിൽ നിന്നും ഒരു ഡേ ടൂർ നടത്താൻ പറ്റിയ ബരാത്തിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ്. ബരാത്ത് എന്ന് പറയുന്നത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ വരുന്ന ഒരു കുഞ്ഞു ഗ്രാമമാണ്. ദ സിറ്റി ഓഫ് 1000 വിൻഡോസ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ ബരാത്തിലെ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.